മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും ചേർന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് അയ്യപ്പസ്വാമിയെ കാണാനായിട്ട് പോകുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഗുരുസ്വാമി പറഞ്ഞല്ലോ. അതിന്റെ പേരിൽ മഹാലക്ഷ്മിക്കാണെങ്കിൽ താങ്ങാനാവാത്ത ടെൻഷനാണ്. അങ്ങനെ കണ്ണൻ മഹിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയം സാഗറും മഞ്ജുവും ചേർന്ന് കമലേശ്വരത്തിലേക്ക് എത്തുന്നുണ്ട്. സാഗറാണെങ്കിൽ കെട്ട് നിറച്ച് ഇവിടെ നിന്ന് എന്തായാലും പോകുന്നില്ല. നല്ലൊരു ദിവസമായിട്ട് വഴക്കുണ്ടാക്കണ്ട എന്നും എന്തുകൊണ്ടും ഇവിടത്തെ മൂത്ത ആളെന്ന് പറയുന്നത് നിന്റെ അമ്മയാണെന്നും അവർക്ക് എന്നെ ഇഷ്ടമല്ലെന്നൊക്കെ തന്നെ സാഗർ പറയണം. അങ്ങനെ മഞ്ജു പറയുന്നുണ്ട് ശരിയെങ്കിൽ പിന്നെ സാഗറേട്ടൻ്റെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ. വീട്ടിനകത്തേക്ക് കയറാൻ പറയുമ്പോൾ സാഗർ പറയുകയാണ് വേണ്ട, ആർക്കും തന്നെ ഞാൻ അങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ലെന്നൊക്കെ. മഞ്ജു ആണെങ്കിൽ അകത്തേക്ക് കയറുന്നുണ്ട്. ഈ സമയം ഉണ്ണിയും ദുർഗയും കരുണയും ചേർന്ന് അവളോട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് കണ്ണേട്ടൻ്റെ വീടാണെന്നും സാഗരേട്ടൻ എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് കയറി വരുമെന്നൊക്കെ മഞ്ജു പറയുന്നുണ്ടെങ്കിലും അവർ വീണ്ടും വഴക്ക് കൂട്ടാനായിട്ടാണ് നോക്കുന്നത്. അങ്ങനെ മഞ്ജു താല്പര്യമില്ലാതെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് കാര്യം പറയുന്നുണ്ട്. സാഗറിനെ അകത്തേക്ക് കയറ്റണം എന്നിങ്ങനെ കണ്ണനാണെങ്കിൽ മഞ്ജുവിനോട് പറയുകയാണ്. ഇതൊന്നും തന്നെ ദുർഗയ്ക്കും കരുണയ്ക്കും ഉണ്ണിക്കും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ സാഗറാണെങ്കിൽ അകത്തേക്ക് വരുന്നുണ്ട്. പിന്നീട് മേഘനാഥനുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദുർഗയാണെങ്കിൽ സാഗറിനെ. എന്തായാലും അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അവിടേക്ക് മാർക്കോയും ലോപ്പസും എത്തുന്നത്. കെട്ടുനിറയ്ക്കാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ ലോപ്പസിനെയും മാർക്കോയൊക്കെ കാണുമ്പോൾ തന്നെ ദുർഗയുടെയും കരുണയുടെയും ഉണ്ണിയുടെയൊക്കെ തന്നെ വായ അടഞ്ഞു പോവുകയാണ്. മാർക്കോ പറയുന്നുണ്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അതൊക്കെ മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം ഇവിടെ എന്തായാലും സാഗർ ഞങ്ങൾക്കൊപ്പം വരും. അവൻ ഇപ്പൊ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നവനാണെന്നൊക്കെ പറയണം. നീയാണല്ലോ കണ്ണനെയും പിന്നെ ആ മഹാലക്ഷ്മിയെയൊക്കെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നത്. അതെ, അവരെ വഴിതെറ്റിക്കാനായിട്ടും അവരില്ലാതാക്കാനായിട്ടും ഒരുപാട് പേര് ഇവിടെ ശ്രമിക്കുന്നുണ്ടല്ലോ. അവരുടെ കയ്യിൽ നിന്നൊക്കെ തന്നെ ഒരിക്കലും ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെടുത്തുക എന്നത് മാത്രമാണ് എൻ്റെ ധർമ്മം എന്നൊക്കെ മാർക്കോയാണെങ്കിൽ അവരോട് പറയുന്നുണ്ട്. പിന്നീട് മേഘനാഥനാവട്ടെ വാമദേവനോട് പറയുകയാണ് അച്ഛൻ എന്നോട് ഒരുപാട് തവണ പറഞ്ഞു അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഇന്നവൻ അയ്യപ്പസ്വാമിയെ കാണാനായിട്ട് പോവുകയാണ്, അതും 25 വർഷങ്ങൾക്കൊക്കെ ശേഷം. അതൊരിക്കലും നടക്കാനായിട്ട് പാടില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഒരുപാട് മാറ്റങ്ങൾ വീണ്ടും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഈ സമയം വാമദേവൻ പറയുന്നുണ്ട് നീ വെറുതെ കളിക്കാൻ നിൽക്കണ്ട, കളിക്കുന്നത് കണ്ണനോടല്ല സാക്ഷാൽ അയ്യപ്പസ്വാമിയോടാണെന്നൊക്കെ പറയുമ്പോൾ പിന്നെ അയ്യപ്പസ്വാമി ഈ പ്രാവശ്യം ഞാൻ എന്തായാലും വിജയിച്ചിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു. എൻ്റെ ആളുകൾ അവൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും, അത് കള്ളസ്വാമികളായിട്ട് തന്നെ. ഈ സമയം വാമദേവൻ പറയുന്നുണ്ട് വെറുതെ നീ കണ്ണനോടും മഹാലക്ഷ്മിയോടും ഇനിയും പൊരുതാൻ വേണ്ടി നിൽക്കണ്ട. നിനക്കറിയാമല്ലോ നമ്മളിപ്പോൾ ഒന്നുമില്ലാത്തവരാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ അവൻ കനിയക തന്നെ വേണമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അവൻ്റെ ഭിക്ഷ എനിക്ക് വേണ്ട. ആ മഞ്ജുവിൻ്റെ വയറ്റിലെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കും, എന്നിട്ട് അവളെ എൻ്റെ സ്വന്തമാക്കും. അതുവഴി അവൾക്ക് കിട്ടാവുന്നല്ല ഞാൻ സ്വന്തമാക്കി എടുക്കുമെന്നൊക്കെ പറയണം. പിന്നീട് മേഘനാഥനാണെങ്കിൽ വീമ്പും വിളക്കിക്കൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ വാമദേവൻ ശ്രീമന്തിനിയോടും സ്വാതിയോടായിട്ട് പറയുകയാണ് അവനിപ്പോൾ പോകുന്നതേ മരണത്തിലേക്കാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവൻ കളിക്കാൻ പോകുന്നത് മഹാലക്ഷ്മിയോടും കണ്ണനോടും അല്ല, മറിച്ച് അയ്യപ്പസ്വാമിയോടാണെന്ന് പറയുന്നു. ഈ സമയം സ്വാതിയും ശ്രീമന്തിനിയും ആകെ ഷോക്കായി പോകുന്നുണ്ട്. കാരണം അവർക്കും അറിയാം മേഘനാഥൻ കളിച്ച് അവസാനം ഇല്ലാതാവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ മേഘനാഥൻ നേരെ പോകുന്നത് ആ കള്ളസ്വാമികളായിട്ടുള്ള ഗുണ്ടകളുടെ അടുത്തേക്കാണ്. അവരാണെങ്കിൽ സ്വാമികളുടെ വേഷമൊക്കെ കെട്ടി അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് മേഘനാഥൻ അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യണം, അതായത് കടനെ ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അവരും പറയുന്നുണ്ട് ഞങ്ങളൊരു ജോലി ഏറ്റെടുത്താൽ അത് ഉറപ്പായിട്ടും നല്ല രീതിക്ക് ചെയ്തിരിക്കും സാർ, ഒരിക്കലും ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ. അത് കേട്ടാൽ മതി, അവൻ്റെ മരണം അറിയിക്കാനായിട്ട് വേണം എന്നെ വിളിക്കാനായിട്ടും. അവൻ ഒരിക്കലും മല ചവിട്ടരുതെന്നൊക്കെ പറയണം, അത് ഞങ്ങൾ ഏറ്റെന്നൊക്കെ പറഞ്ഞ് ഗുണ്ടകളാണെങ്കിൽ കണ്ണനോടൊപ്പം തന്നെ പുറപ്പെടാൻ തീരുമാനിക്കുന്നു. ഈ സമയം കമലേശ്വരത്തിൽ കണ്ണൻ പറയുന്നുണ്ട് ഇനി ഒരുപാട് വഴക്കൊന്നും ഉണ്ടാക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എത്രയും പെട്ടെന്ന് കെട്ട് നിറച്ച് എനിക്ക് സ്വാമിയെ കാണാനായിട്ട് പോകണം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അടങ്ങുന്നതായിരിക്കും നല്ലതെന്നൊക്കെ. അങ്ങനെ ഗുരുസ്വാമി പറയുന്നുണ്ട് കെട്ട് നിറയ്ക്കാനുള്ള സമയമായിട്ടുണ്ട്, എല്ലാവരും ശരണം വിളിക്കാനൊക്കെ ആയിട്ട്. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും സാഗറും മഞ്ജുവും അതുപോലെ മാർക്കോയും ലോപ്പസും ഒക്കെ തന്നെ കെട്ട് നിറച്ച് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. സാഗർ പറയുന്നുണ്ട് താൻ പുറത്തുനിന്ന് കെട്ട് നിറച്ചോളാമെന്ന്. ഈ സമയം കണ്ണൻ പറയുകയാണ് ഇത് എൻ്റെ ആഗ്രഹമാണ്, ഇതെൻ്റെ വീടാണ്, ഇവിടെ നിന്ന് തന്നെ നീ കെട്ട് നിറച്ച് എന്നോടൊപ്പം മലയ്ക്ക് വരണമെന്നൊക്കെ. അങ്ങനെ മഞ്ജുവിനാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. സാഗറും മാർക്കോയും ലോപ്പസും എല്ലാവരും ചേർന്ന് എല്ലാവർക്കും ഗുരുസ്വാമിയാണെങ്കിൽ കെട്ടുകളൊക്കെ നിറച്ച് കൊടുക്കുകയാണ്. അങ്ങനെ മഹിയും
മഞ്ജുവും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരാപത്തും കൂടാതെ കണ്ണനും അതുപോലെ തന്നെ സാഗറിനും മാർക്കോയ്ക്കും ലോപ്പസിനും കണ്ണനെയും കൂട്ടിയിട്ട് മല കയറി ചോട്ടാനായിട്ട് സാധിക്കണമേ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും കണ്ണനെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് യാത്ര അയക്കുന്നത്. അങ്ങനെ കണ്ണൻ പോകുന്നത് കണ്ടിട്ട് ഉണ്ണിയും കരുണയൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പോകുന്നു, ഈ കാലും വെച്ചുകൊണ്ട് ഒരിക്കലും നിനക്ക് മല ചവിട്ടാൻ കഴിയില്ലട എന്നൊക്കെയാണ് ദുർഗയും ചിന്തിക്കുന്നത്. എന്തായാലും മഹിക്കാണെങ്കിൽ കണ്ണൻ പോകുന്നതും ആലോചിച്ച് ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട്. മഞ്ജു പറയുകയാണ്, എടുത്തി ഒന്നുകൊണ്ടും പേടിക്കണ്ട കണ്ണേട്ടൻ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ മല ചവിട്ടി തിരികെ എത്തും. കൂടെ പോയിട്ടുള്ളവർ ഉറപ്പായിട്ടും കണ്ണേട്ടനെ സുരക്ഷിതമായി തന്നെ തിരികെ കൊണ്ടുവരുമെന്നൊക്കെ. എന്തായാലും കണ്ണനും മാർക്കോയും ലോപ്പസും സാഗറും പുറപ്പെട്ട അതേ പുറകിൽ തന്നെ ആ ഗുണ്ടകളും പുറപ്പെടുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ വീണ്ടും സ്വപ്നം കാണുകയാണ് കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും തകർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.